പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ മാധ്യമങ്ങൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വിജയനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. വിജയനെ മാധ്യമങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തിരുന്നു, വിജയൻ എങ്ങനെ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്തിരുന്നു, ഇത് രണ്ടും നമ്മളൊന്ന് ഒന്ന് ഒന്ന് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ ഒരു 10 കാലം വിജയൻ്റെ ഏതാണ്ട് ചവിട്ടടിയിലല്ലായിരുന്നു യഥാർത്ഥത്തിൽ. ഓരോരോ മാധ്യമങ്ങളും എടുത്തൊന്ന് പരിശോധിച്ച് നോക്കി. ഏഷ്യാനെറ്റൊക്കെ കുറച്ച് അതിൽ നിന്നും വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിലവർ ഭാഗികമായിട്ടെങ്കിലും വിജയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള കാരണം. BJP എന്ന് പറഞ്ഞൊരു കേന്ദ്ര പാർട്ടിയുടെ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഏഷ്യാനെറ്റ് എന്നുള്ളത് കൊണ്ട് ഏഷ്യാനെറ്റിന് കുറേയൊക്കെ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഏഷ്യാനെറ്റും വിജയൻ്റെ സ്വാധീനത്തിന് വഴങ്ങിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ സുഹൃത്തുക്കളെ? ഒരു മരംകൊള്ളക്കാരൻ്റെ ചാനലുണ്ട്. ആ മരംകൊള്ളക്കാരൻ്റെ ചാനലിൻ്റെ പണി എന്തായിരുന്നു? 24x7 വിജയൻ്റെ കാൽ കീഴിൽ മലന്ന് കിടന്ന് വിജയൻ്റെ ചവിട്ടും ആട്ടും തുപ്പും തൊഴിയും കൊള്ളുക എന്നുള്ളതല്ലായിരുന്നു ആ മരം വെട്ടുകാരൻ്റെ ചാനൽ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അവരുടെ പേര്, ആ ചാനലിൻ്റെ പേര് ഞാൻ പറയില്ല. ആ ചാനലതല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. മറ്റു ചാനലിൻ്റെ ഒക്കെ ഏതാണ്ട് അവസ്ഥ അതല്ലായിരുന്നു. അതിപ്പോൾ മനോരമയായാലും 24 ന്യൂസ് ആയാലും ഒക്കെ തന്നെ മീഡിയ വണ്ണും ഒക്കെ തന്നെ ഇതായിരുന്നു പണി. യഥാർത്ഥത്തിൽ 2021 കാലത്തെ കോവിഡ് കാലമൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. 2021 തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കോവിഡ് കാലത്ത് എനിക്കൊന്ന് എത്രയോ ദിവസങ്ങൾ വൈകിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ വീതം വിജയൻ്റെ പത്രസമ്മേളനങ്ങൾ തൊടാതെ കാണിക്കലല്ലായിരുന്നു മാധ്യമങ്ങളുടെ ജോലി. കോവിഡ് കാലത്ത് നമുക്ക് ഓർമ്മയില്ലേ? എല്ലാ ദിവസവും വൈകിട്ട് വിജയൻ്റെ 1 മണിക്കൂർ പത്രസമ്മേളനം എവർ ടൈം മാധ്യമങ്ങൾ ഉപയോഗിക്കില്ലായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ വിജയൻ്റെ പത്രസമ്മേളനങ്ങൾ അങ്ങനെ ആയിരുന്നു. വിജയൻ്റെ പത്രസമ്മേളനങ്ങൾ എന്ന് പറഞ്ഞാൽ പത്രക്കാർ വിജയന് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കും, വിജയന് ഇഷ്ടമുള്ള മറുപടികൾ പറയും. അത് കഴിഞ്ഞ് വിജയൻ ധാർഷ്ട്യത്തോടുകൂടി എഴുന്നേറ്റ് പോകും. അത് സംബന്ധിച്ച് നമ്മൾ കേട്ടതെന്താണെന്ന് ചോദിച്ചാൽ ആരൊക്കെ ചോദ്യം ചോദിക്കണമെന്നുള്ള ചോദ്യങ്ങൾ നേരത്തെ കൂട്ടി വിജയൻ്റെ ഓഫീസിൽ അറിയിക്കും. അതിന് മറുപടി വിജയൻ തയ്യാറാക്കി കൊണ്ടുവരും. എന്നിട്ട് അതിനുള്ള ആ ചോദ്യങ്ങൾ നേരത്തെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വിജയനോട് ചോദിക്കും. വിജയൻ അത് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള മറുപടികൾ പറയും. അത് കഴിയുമ്പോൾ വിജയൻ പത്രസമ്മേളനം നിർത്തി എഴുന്നേറ്റ് പോകും. അവസാനമൊക്കെ വന്നിട്ട് തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആകുമ്പോഴത്തേക്കും 5-6 ദേശാഭിമാനിയുടെയും കൈരളിയുടെയും പത്രപ്രവർത്തകരെ മുന്നിലിരുത്തും. അവരുടെ ചോദ്യങ്ങൾ കേൾക്കും, അതിന് മറുപടി പറഞ്ഞു പോകും. അവസാനം ഗതികെട്ട് പത്രലേഖകർക്ക് അതിനെ ചോദ്യം ചെയ്യേണ്ട സ്ഥിതി ഒക്കെ അവസാനം വന്നത് നമുക്കറിയാം. ഈ മരംവെട്ടുകാരൻ്റെ ദൃശ്യമാധ്യമത്തിൽ തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ അവസാനം വിജയനോട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പറയേണ്ടി വന്നു. വിജയൻ എഴുന്നേറ്റ് പോയി. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. എങ്കിൽ പോലും പൊതുവിലെടുത്ത് നോക്കിയാൽ, കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം എടുത്ത് നോക്കിയാൽ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ വിജയൻ്റെ ദാസ്യവൃത്തിയാണ് ചെയ്തിരുന്നത് എന്നുള്ളതിൽ എന്ത് സംശയമാണ് സുഹൃത്തുക്കളെ ഉള്ളത്? എന്ത് തർക്കമാണുള്ളത്? പലതരത്തിൽ വിജയൻ അവരെ സ്വാധീനിച്ചു. ഇപ്പോൾ പത്രമാധ്യമങ്ങൾക്കൊക്കെ അവർക്ക് കൊടുക്കാനുള്ള പണം കോടിക്കണക്കിന് രൂപ കുടിശ്ശിക വരുത്തി അവർക്ക് കൊടുക്കാതിരുന്നു. അവരെ അങ്ങനെ തങ്ങളുടെ കാൽ കീഴിലാക്കി. ദൃശ്യമാധ്യമങ്ങൾ അവസാനം എങ്ങനെയാണ് പിടിച്ചത്? കിഫ്ബി എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം, നമ്മുടെ നികുതി ദായകൻ്റെ പണം കൊണ്ട് ഉണ്ടാക്കിയ, നമ്മുടെ പെട്രോൾ സെസ് ഇതുപോലെയൊക്കെയുള്ള ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുത്ത കിഫ്ബി എന്ന് പറഞ്ഞൊരു സാധനത്തിനെ തീർത്തും നിയമവിരുദ്ധമായി ഉപയോഗിച്ചു. അതിൻ്റെ പെരുങ്കൊള്ള സംബന്ധിച്ച് ചില വീഡിയോകൾ ഞാൻ ചെയ്യുന്നുണ്ട്, ഒരു സീരീസ് വീഡിയോ ഞാൻ ചെയ്ത് തുടങ്ങുന്നുണ്ട്. ആ കിഫ്ബിയെ നിയമവിരുദ്ധമായി ഉപയോഗിച്ചുകൊണ്ട് കിഫ്ബിയിൽ നിന്ന് ഏതാണ്ട് ഒരു 100 കോടി രൂപയാണ് വിജയൻ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള 2 മാസക്കാലം ഈ മാധ്യമങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഏതാണ്ട് 100 കോടി രൂപ. എൻ്റെ കണക്കൊക്കെ ഞാൻ കൊണ്ടിരുന്നുണ്ട്. ഏതൊക്കെ മാധ്യമങ്ങൾക്ക് കിട്ടി, ഏതൊക്കെ മാധ്യമങ്ങൾ മേടിച്ചു, എൻ്റെ കണക്കൊക്കെ ഞാൻ പുറത്തു കൊണ്ടിരുന്നത്. അങ്ങനെ കിഫ്ബിയെ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമങ്ങളെ അടിച്ചമർത്ത് നിർത്താൻ ശ്രമിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോൾ മാധ്യമങ്ങൾ കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ വിജയൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്ത് ചാടിയവർ ചാടേണ്ടി വന്നു അവർക്ക്. കാരണം എന്താ? ജനവികാരം വിജയനെതിരാണെന്നുള്ളത് മാധ്യമങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ വിജയൻ്റെ പൈസ മേടിച്ച് പോക്കറ്റിലിട്ടിട്ട് വിജയനെതിരെ കുറെ പറയേണ്ടി വന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ മാധ്യമങ്ങൾ വിജയൻ്റെ കാൽ കീഴിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തെരഞ്ഞെടുപ്പിന് 2-3 മാസം മുമ്പ് വരെ, തെരഞ്ഞെടുപ്പ് 2-3 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ചിത്രം മാറി.
ജനങ്ങളെതിരാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളും മാറി. എന്നാൽ വിജയൻ്റെ 10 വർഷക്കാലത്തെ വിജയൻ്റെ 10 വർഷക്കാലത്തെ ഭരണം എടുത്തു നോക്കിയാൽ വിജയൻ വളരെ ഗംഭീരമായി കേരളത്തിലെ മാധ്യമങ്ങളെ മാനേജ് ചെയ്തു എന്നതിൽ എന്താണ് സംശയം സുഹൃത്തുക്കളെ? സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച്, നികുതിദായകൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളെ അച്ചടി മാധ്യമങ്ങളെയൊക്കെ തൻ്റെ ഭരണത്തിൻ്റെ ഏതാണ്ടൊരു 70-80% കാലത്തും വിജയൻ മാനേജ് ചെയ്യുകയായിരുന്നു എന്ന വസ്തുത നമുക്ക് കാണാതിരിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരുപാട് പണമൊക്കെ ചെലവഴിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താ? ജനം മുഴുവൻ എതിരാണെന്ന് മനസ്സിലായി. ജനം മുഴുവൻ വിജയനെതിരാണ് എന്ന് അച്ചടി മാധ്യമങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കും മനസ്സിലായി. ജനം വിജയനെ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളാൻ പോവുകയാണെന്ന് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾക്കും അച്ചടി മാധ്യമങ്ങൾക്കും മനസ്സിലായി. അതുകൊണ്ട് ഇലക്ഷൻ അടുത്തതോടുകൂടി അവരവരുടെ നിലപാടുകൾ മാറ്റി. അവരതുവരെ വിജയന് അനുകൂലമായിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി മാധ്യമങ്ങൾ വിജയനെതിരായി. കാരണം വ്യൂവർഷിപ്പ് വേണമല്ലോ. വിജയം പണം കൊടുക്കാൻ തയ്യാറാണെങ്കിലും ദൃശ്യമാധ്യമങ്ങൾക്കും അച്ചടി മാധ്യമങ്ങൾക്കൊക്കെ നിലനിൽക്കണമെങ്കിൽ ഈ കാഴ്ചക്കാരും വായനക്കാരും വേണ്ടേ? അങ്ങനെ കാഴ്ചക്കാരും വായനക്കാരും വേണമെങ്കിൽ വിജയനെതിരായി നിലപാടെടുത്താൽ, അല്ലെ സർക്കാരിനെതിരായി നിലപാടെടുത്താൽ മാത്രമേ മതിയാവൂ എന്ന് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾക്കും അച്ചടി മാധ്യമങ്ങൾക്കും മനസ്സിലായി. അവർ വിജയനെതിരായിട്ടുള്ള നിലപാടെടുക്കാൻ തുടങ്ങി. വിജയൻ ഒരുപാട് ശ്രമിച്ചു അവരെയൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാൻ. വിജയൻ മോഹൻലാലുമായിട്ട് ഒരു അഭിമുഖ സംഭാഷണം നടത്തി. താൻ ആദ്യം കടക്ക് പുറത്തു എന്ന് പറഞ്ഞ വിജയൻ എല്ലാ യൂട്യൂബുകൾക്കും, ഏത് ചില്ലറ യൂട്യൂബ് ചെന്നാൽ പോലും അവർക്കൊക്കെ ഇരുന്നും നിന്നും കിടന്നുമൊക്കെ അഭിമുഖ സംഭാഷണങ്ങൾ നൽകി. അങ്ങനെ ഒരുപാട് ശ്രമം വിജയൻ നടത്തി നോക്കി. കാരണം 10 വർഷം അധികാരത്തിലിരുന്ന വിജയന് എങ്ങനെയെങ്കിലും ഒരു 3ാമത്തെ തവണയും കൂടെ അധികാരത്തിൽ വരണമല്ലോ. പക്ഷേ ജനങ്ങളെതിരാണെന്ന് മാധ്യമങ്ങൾക്ക് മനസ്സിലായതോടുകൂടി അവർ വിജയനെതിരായി. അങ്ങനെ എതിർപ്പിൻ്റെ ശക്തി കൂടി വന്നു. തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു. വിജയൻ അതിദയനീയമായി തോറ്റു. വിജയനെ ജനങ്ങൾ ഈ കാലയിലെടുത്ത് തറയിലടിച്ചു. വിജയനെ കഴിഞ്ഞ 10 വർഷക്കാലം ഏക ഛത്രാധിപതിയായിരുന്ന വിജയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം കീറക്കടലാസായി മാറി. ചവറ്റുകൊട്ടയിലായി വിജയൻ്റെ സ്ഥാനം. വിജയൻ്റെ പല്ലും നഖവും പോയി. ജനങ്ങൾ വിജയൻ്റെ പപ്പും പൂടേം പറിച്ചു. വിജയൻ അങ്ങ് ചില്ലുകൊട്ടാരത്തിലിരുന്ന വിജയൻ താഴെ ഇറങ്ങി വന്നു. മുണ്ടും മടക്കി കുത്തി ഒക്കെ വരെ ഇങ്ങനെ കൂനി നടക്കേണ്ട ഒരവസ്ഥയായി. നിയമസഭയിൽ വന്ന് സഹപ്രവർത്തകർ തന്നെ എന്തെങ്കിലും എഴുന്നേറ്റ് പറ എന്നുള്ള നിലയിലേക്ക് പറയുന്ന നിലയിൽ വന്നു. പാർട്ടി അണികളെടുത്ത് ചവിട്ടി തേക്കുന്ന സ്ഥിതി വന്നു. ഇങ്ങനെ ഒരു സ്ഥിതി വന്നപ്പോൾ മാധ്യമങ്ങളും എന്ത് ചെയ്തു? വിജയനെ ഡംപ് ചെയ്തു. വിജയനെ 4ആയി മടക്കി മൂലയ്ക്കിട്ടു മാധ്യമങ്ങൾ. വിജയൻ്റെ ചവിട്ടടിയിൽ ഒരു 6-7 വർഷക്കാലം നിന്ന വിജയൻ കടക്ക് പുറത്തു എന്ന് പറഞ്ഞപ്പോൾ നിശബ്ദരായി കുഞ്ഞാടുകളെ പോലെ പുറത്തുപോയ, വിജയനോട് ചോദ്യം ചോദിക്കാൻ ഭയന്ന, വിജയനെ കണ്ടാൽ മൂത്രമൊഴിച്ച പത്രങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ വിജയനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. കാരണം വിജയൻ ഒന്നുമല്ല എന്നുള്ളവർക്ക് മനസ്സിലായി. അപ്പോൾ ഒന്നുമല്ലാത്ത ആളുടെ കൂട്ടത്തിൽ നിൽക്കേണ്ട കാര്യമില്ല. അധികാരം ഉണ്ടെങ്കിലല്ലേ കൂടെ നിൽക്കേണ്ടി വന്നത്. അങ്ങനെ മാധ്യമങ്ങൾ വിജയനെ കൈകാര്യം ചെയ്ത് 2021 കോവിഡ് കാലത്ത് എല്ലാ ദിവസവും വൈകിട്ട് 1 മണിക്കൂർ വിജയൻ്റെ മുന്നിൽ പോയി കുഞ്ഞാടുകളെ പോലെ ഇരുന്ന മാധ്യമങ്ങൾ വിജയൻ ഒരു പത്രസമ്മേളനം നടത്തിയാൽ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. തോളിൽ മാറാപ്പ് കയറ്റുന്നവനും ഭവാൻ, മാളിക മുകളിലിരുന്നവൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നവനും ഭവാൻ എന്ന് പറഞ്ഞതുപോലെ വിജയൻ ഇപ്പം ഒരു മൂട്ടയുടെ വില പോലും ജനങ്ങൾ കൊടുക്കാതായി. ഒരു പട്ടിയുടെ വില പോലും ജനങ്ങൾ കൊടുക്കാതായി. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം കൈരളിയുടെ ഒരു പോസ്റ്ററാണ്. കൈരളി ചാനലിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ ഒരു പോസ്റ്ററാണ്. അവർ കരയുകയാണ്. അവർ നെഞ്ചത്തടിച്ച് കരയുകയാണ്. എന്താണ്? പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്താ ജനങ്ങൾ കേൾക്കണ്ടേ? അവർ ചോദിക്കുകയാണ്.
അവർ ചോദിക്കുകയാണ്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ എന്താ ജനങ്ങൾക്ക്? പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് കൽക്കട്ടയിൽ നടത്തിയ വാർത്താ സമ്മേളനം, അതായത് കൽക്കട്ടയിലും കണ്ടു ചെന്നിട്ട് ഈ കാർന്നൂർ എന്തോ ഒരു പത്രസമ്മേളനം നടത്തി. ആകെ ദൈർഘ്യം 52 മിനിറ്റ്. അതായത് ആ പത്രസമ്മേളനത്തിൽ ആകെ ദൈർഘ്യം 52 മിനിറ്റ്. എന്നിട്ട് ചാനലുകളുടെ തത്സമയ സംപ്രേഷണം ആ പോസ്റ്ററിൽ അടിച്ച് കൊടുത്തിരിക്കുകയാണ്. സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് കാണാം. ഏഷ്യാനെറ്റ് 0 മിനിറ്റ്, 24 ന്യൂസ് 0 മിനിറ്റ്, മരംവെട്ടുകാരൻ്റെ ചാനൽ 0 മിനിറ്റ്, ന്യൂസ് മലയാളം 2 മിനിറ്റ്, മാതൃഭൂമി 6 മിനിറ്റ്, മനോരമ 8 മിനിറ്റ്. ഒരു 8 മിനിറ്റെങ്കിലും കൊടുക്കാൻ തയ്യാറായി. മീഡിയ 1 7 മിനിറ്റ്. അതിൽ 3 മാധ്യമങ്ങൾ 0, ഏഷ്യാനെറ്റ് 0, 24 ന്യൂസ് 0, മരംവെട്ടുകാരൻ്റെ ചാനലും 0. ബാക്കി 2, 6, 8, 7. എന്നിട്ട് അവസാനം പറയാണ് കൈരളി 52 മിനിറ്റ്. അതായത് ഈ കാർന്നോർ അവിടെ ചെന്നിട്ട് ഈ ജനങ്ങൾ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ഈ വയോവൃദ്ധൻ രോഗഗ്രസ്തൻ അവിടെ ചെന്ന് 52 മിനിറ്റ് പത്രസമ്മേളനം നടത്തി. അത് തന്നെ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. അയാൾക്ക് എങ്ങനെ 52 മിനിറ്റ് സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ എനിക്ക് അത്ഭുതമാണ്. അപ്പോൾ അങ്ങനെ 52 മിനിറ്റ് വിജയൻ പത്രസമ്മേളനം നടത്തിയിട്ട് മാധ്യമങ്ങൾ എന്താണ് പരിഗണിക്കാഞ്ഞതെന്ന് ചോദിച്ച് കൈരളി ചാനലുകാരൻ കിടന്ന് നെഞ്ചത്തലയ്ക്കുകയാണ്. ചില പ്രധാനപ്പെട്ട ചാനലുകൾ വട്ടപൂജ്യ സമയത്ത് കൊടുത്തുവെന്ന്. അതുകൊണ്ട് കൈരളി ചാനലും വിജയൻ എന്ന് പറയുന്ന ഈ രോഗഗ്രസ്തരായിട്ടുള്ള വയോവൃദ്ധനും മനസ്സിലാക്കിക്കൊള്ളണം, ഇത് ജനാധിപത്യമാണ്. ഇവിടെ എല്ലാ കാലവും ഒരുത്തൻ ഏകാധിപതിയായും ഏകഛത്രാധിപതിയായും ഇരിക്കാൻ കഴിയില്ല. ജനങ്ങളാണ് ജനാധിപത്യത്തിൽ യജമാനർ എന്ന് വിജയൻ മുതൽ ഈ കൈരളി വരെയുള്ള ഈ ആരും കാണാത്ത ചവറ്റുകുട്ടേ കിടക്കുന്ന ചാനൽ വരെ മനസ്സിലാക്കിക്കൊള്ളണം. വിജയൻ്റെ മുന്നിൽ പോയി കുഞ്ഞാടുകളെ പോലെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അന്ന് വിജയൻ അധികാരമുണ്ടായിരുന്നു, വിജയൻ്റെ കയ്യിൽ നികുതിപ്പണവും ഉണ്ടായിരുന്നു. ഇന്ന് വിജയൻ അധികാരവുമില്ല, വിജയൻ്റെ കയ്യിൽ നികുതിപ്പണവുമില്ല, വിജയൻ്റെ കയ്യിൽ CPM എന്ന് പറഞ്ഞ പാർട്ടി പോലുമില്ല, പാർട്ടി അണികളും പോലുമില്ല എന്ന് വിജയനും കൈരളിയും മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് കൈരളി ചാനൽ ഇനിയും നെഞ്ചത്തടിയും ഈ കരച്ചിലും വാവിട്ട് നിലവിളിയും ഒക്കെ തുടരും. വിജയൻ്റെ പത്രസമ്മേളനമൊന്നും ഇവിടെ ഒരുത്തരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. കാരണം വിജയൻ അപ്രസക്തനായി കഴിഞ്ഞു കേരളത്തിൽ. വിജയന് പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ. ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ വിജയൻ അപ്രസക്തനാണ്. വിജയൻ അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത് എന്ന് വിജയൻ മുതൽ കൈരളി ചാനൽ എന്ന് പറഞ്ഞ ആ തറ ചാനൽ വരെയുള്ള ചാനലുകൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നല്ലത് എന്നാണ് എനിക്ക് അവരോടൊക്കെ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.